ഹായ് ഫ്രണ്ട്സ്, സി പ്രോഗ്രാമിങ്ങിൻ്റെ മറ്റൊരു സെഷനാണ്. ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇന്ന് നോക്കുന്നത്. നമ്മൾക്ക് ഗ്ലോബലി കോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് തന്നെ സിമ്പിളായിട്ട് പറയാവുന്ന ഒരു മെത്തേഡാണ്. ഇഫ് ദീസ് ഡു ദാറ്റ്. ടോട്ടലി പ്രോഗ്രാമിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ അല്ലേ. നമുക്കൊന്ന് പ്രാക്ടിക്കലി നോക്കാം. നമുക്ക് കോഡിംഗ് ചെയ്ത് നോക്കാം. സബ്ലൈം ടെക്സ്റ്റ് എഡിറ്റർ എടുക്കുന്നുണ്ട്. ഒരു പുതിയ കോഡാണ്. ഹാഷ് ഇൻക്ലൂഡ് നമുക്ക് കോഡ് സേവ് ചെയ്യാം. ഡെസ്ക്ടോപ്പിൽ പോയി ഇവിടെ കോഡ് 2 എന്ന് സേവ് ചെയ്യുന്നുണ്ട്. .c എക്സ്റ്റൻഷനാണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇഫ് കണ്ടീഷനാണ്. നമുക്ക് ഇവിടെ നേരത്തെ ചെയ്തതുപോലെ പ്രിൻ്റ് എഫ് കൊടുക്കാം. എൻ്റർ എ നമ്പർ അല്ലെങ്കിൽ എൻ്റർ എനി നമ്പർ എന്ന് കൊടുക്കാം. ഇനി കിട്ടിയ നമ്പറിനെ നമ്മൾക്ക് വാങ്ങിച്ചു വെക്കണം. അപ്പോൾ അതിനെ സ്കാൻഎഫ് ഉപയോഗിക്കുന്നു. എന്നിട്ട് %d ഫോർമാറ്റിൽ നമ്മൾക്ക് നം എന്നാണ് ഞാനിവിടെ കൊടുക്കുന്ന വേരിയബിളിൻ്റെ പേര്. അപ്പോൾ നം എന്നുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. ഇൻറ്റിജറാണ്. ഇപ്പോൾ യൂസർ കൊടുക്കുന്ന വാല്യൂ നമുക്ക് നം എന്ന വേരിയബിളിൻ്റെ അഡ്രസ്സിലേക്ക് നമുക്ക് നം എന്ന വേരിയബിളിലേക്ക് വാങ്ങിച്ചു വയ്ക്കാം. ഇനി നമ്മളിവിടെ ഇഫ് ഉപയോഗിക്കുന്നു. ഇഫിനകത്ത് നമ്മൾ കണ്ടീഷൻ ചോദിക്കുകയാണ്, നമ്മിൻ്റെ വാല്യൂ 0-നേക്കാളും വലുതാണോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു. അതിനകത്ത് വീണ്ടും ഒരു പ്രിൻ്റ് എഫ് എഴുതാം. പ്രിൻ്റ് എഫിനകത്ത് യു എൻ്റേർഡ് എ പോസിറ്റീവ് വാല്യൂ. ഇതാണ് നമ്മൾ ഔട്ട്പുട്ടിൽ എഴുതി കാണിക്കുന്നത്. നമുക്ക് കിട്ടിയ വാല്യൂ നമ്പറിലിരിക്കുന്നത് 0-ന് മുകളിലല്ല എങ്കിൽ ഒന്നുകിൽ 0 ആവാം, അല്ലെങ്കിൽ 0-യുടെ താഴെ ആവാം. അപ്പോൾ നമ്മൾക്കിവിടെ എൽസിനകത്ത് അല്ലെങ്കിൽ ഓക്കെ, ഇവിടെ എൽസ് എഴുതാം. എൽസ് വീണ്ടും പ്രിൻ്റ് എഫിനകത്ത് യു എൻ്റേർഡ് 0 ഓർ നെഗറ്റീവ് നമ്പർ നമുക്കിങ്ങനെ കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ഇതിനെ സേവ് ചെയ്യണം. അതിനു മുമ്പ് നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഒരു ഗെറ്റ് CH കൂടി ഇവിടെ എഴുതുന്നു. അതിൻ്റെ ലൈബ്രറി വരണമെങ്കിൽ ഹാഷ് ഇൻക്ലൂഡ് .io.h കൂടി ഞാനിവിടെ ആഡ് ചെയ്യുന്നു. ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുന്നു. കമാൻഡ് പ്രോംപ്റ്റിനകത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ഡെസ്ക്ടോപ്പിലേക്ക് പോകണം. എന്നിട്ട് GCC ഉപയോഗിച്ചിട്ട് കോഡ് 2.c കമ്പൈൽ ചെയ്യുന്നു. എനിക്ക് ഔട്ട്പുട്ട് വേണ്ടത് കോഡൊന്നും വേണ്ട, SF ഡോട്ട് അല്ലെങ്കിൽ വേണ്ട SF2.exe ഇങ്ങനെയാണ് ഔട്ട്പുട്ട് വേണ്ടത്.
ഓക്കെ, ഡെസ്ക്ടോപ്പിൽ നേരെ പോയി നോക്കാം. SF2 എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൽ ഓടിച്ച് നോക്കാം. എൻ്റർ എനി നമ്പർ എന്ന് വന്നു. ഞാൻ 4 കൊടുത്തു. യു എൻ്റെയുടെ പോസിറ്റീവ് വാല്യൂ എന്ന് വന്നു. ഓക്കെ, നമുക്ക് വീണ്ടും ഒന്നുകൂടി ഓടിച്ച് നോക്കാം. ഞാൻ 0 കൊടുക്കുന്നു. യു എൻ്റെഡ് 0 ഓർ നെഗറ്റീവ് നമ്പർ എന്ന് വന്നു. ഓക്കെ, വീണ്ടും ഓടിച്ച് നോക്കാം. ഞാനിവിടെ -2 അല്ലെങ്കിൽ -20 എന്ന് കൊടുത്തു. യു എൻ്റെഡ് 0 ഓർ നെഗറ്റീവ് നമ്പർ എന്ന് വന്നു. അപ്പോൾ നമ്മളിവിടെ കോഡിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത്? ഒരു ഇഫ് ഉണ്ട്, ഇഫ് എൽസ് ഉണ്ടല്ലേ. ഇഫിനകത്ത് 0-നേക്കാളും വലുതാണെന്ന് ചോദിച്ചു. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം എൽസിൽ വരും. ഞാനിവിടെ ഒരു എൽസ് ഇഫും കൂടി ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇത് മൂന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എൽസ് ഇഫിന് വീണ്ടും കണ്ടീഷനുണ്ട്. അതേസമയം എൽസിന് കണ്ടീഷനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നം ലെസ്സർ ദാൻ 0 ആണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ആണെങ്കിൽ അതിനും ഒരു ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് അവിടെയും ഒരു printf എഴുതുന്നു. എന്നിട്ട് അതിനകത്ത് യു എൻ്റേഡ് എ നെഗറ്റീവ് നമ്പർ. ഇനി എൽസിനകത്ത് എന്തായാലും നെഗറ്റീവ് നമ്പർ വരില്ല. കാരണം 0-ൻ്റെ താഴെയാണെങ്കിൽ എൽസ് ഇഫ് വർക്ക് ചെയ്യും, 0-ൻ്റെ മുകളിലാണെങ്കിൽ ഇഫ് വർക്ക് ചെയ്യും. അപ്പോൾ പിന്നെ എൽസിനകത്ത് വരുന്ന ആകെ 0 മാത്രമേ വരുള്ളൂ. അപ്പോൾ യു എൻ്റേഡ് 0 എന്നുള്ളത് മാത്രം മതിയാവും. നമുക്കിതിനെ സേവ് ചെയ്തിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. വീണ്ടും ഞാൻ കമാൻഡ് പ്രോംപ്റ്റിൽ വന്നു. അതേ കമാൻഡ് ഒന്നുകൂടി ഓടിച്ചു. വീണ്ടും കോഡിനെ കമ്പയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡെസ്ക്ടോപ്പിൽ നോക്കാം. SF2 തന്നെയാണ്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്തു. ഞാൻ ആദ്യം കൊടുത്ത നമ്പർ 9, യു എൻ്റെഡ് പോസിറ്റീവ് വാല്യൂ എന്ന് വന്നു. വീണ്ടും ഒന്നുകൂടി ഓടിക്കുമ്പോൾ ഞാൻ 0 കൊടുക്കുന്നു. യു എൻ്റെഡ് 0 എന്ന് വന്നു. ഇനി ഓടിക്കുന്ന സമയത്ത് ഞാൻ -4 എന്ന് കൊടുക്കുന്നു. യു എൻ്റെഡ് നെഗറ്റീവ് നമ്പർ എന്ന് വന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഇഫ് എൽസ് ഇത് യൂസ് ചെയ്യുന്ന ഒരു രീതി. യെസ്, അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കിയല്ലേ. വളരെ ചെറിയൊരു സെഷനായിരുന്നു. എല്ലാവരും പ്രാക്ടിക്കലി ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം കമൻസിലിടുക. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. താങ്ക് യു.